നമസ്കാരം. വീണ്ടും വിവാദ പ്രസ്താവനയുമായി CPM നേതാവ് MM മണി. വനം പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നാണ് മുതിർന്ന CPM നേതാവായ മണി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന കാര്യം ഓർക്കണം. അടിച്ചാൽ തിരിച്ചടിക്കും. ഭരണകൂടത്തിൻ്റെ ഉമ്മാക്കിയൊന്നും കൃഷിക്കാരന് മുന്നിൽ കാണിക്കേണ്ടതില്ല. ജനങ്ങൾ വിചാരിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലെന്നും മണി മുന്നറിയിപ്പ് നൽകി. ഇടുക്കിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആദിവാസി യുവാവിൻ്റെ JCB വിട്ടുകൊടുക്കാത്തതിനെതിരെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മണി. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്തിരുന്ന് ഭരിക്കുകയാണ്. സതീശൻ പോലീസിനെ വിട്ടാൽ അതിനെ പുല്ലുപോലെയേ കാണുന്നുള്ളൂ. ഉദ്യോഗസ്ഥരെ പോലെ തന്നെ തങ്ങൾക്കും വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്. എന്നാൽ അവരെയൊന്നും ഓർത്ത് തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞിട്ടല്ല പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കും. അത് തമാശയല്ല. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. മാധ്യമങ്ങൾ മുന്നിലുള്ളതുകൊണ്ട് കൂടുതൽ കടത്തി പറഞ്ഞാൽ നാളെ അത് വിവാദമാകും എന്നതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ ആദിവാസി യുവാവിൻ്റെ JCB വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്ത സംഭവം ഇടുക്കിയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ യോഗത്തിലാണ് മണിയുടെ പൊട്ടിത്തെറി. നിരവധി വിവാദ പ്രസ്താവനകളാണ് മണി നടത്തിയിട്ടുള്ളത്. മണി പറഞ്ഞതെല്ലാം വിവാദവുമായി. 1, 2, 3 പ്രസംഗത്തിൻ്റെ പേരിൽ മണി ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവ് അഞ്ചേരി ബേബി അടക്കമുള്ളവരെ CPM മുൻകൂട്ടി തയ്യാറാക്കിയ പട്ടിക പ്രകാരം വധിച്ചു എന്നാണ് അന്ന് മണി പറഞ്ഞത്. കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലീസുകാർ കാക്കി കുപ്പായം ഊരിവെച്ച് ബാർബർ ഷോപ്പ് തുടങ്ങണമെന്ന മണിയുടെ പ്രസംഗത്തിനെതിരെ ബാർബർമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു. അന്നും ഖേദം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം തടിയൂരിയത്. പെമ്പിളെ ഉരുമൈ സമരത്തിൽ പങ്കെടുത്ത തോട്ടം തൊഴിലാളി സ്ത്രീകളെ അവഹേളിച്ചുള്ള മണിയുടെ പ്രസംഗവും വിവാദമായി. വിവാദ പ്രസ്താവനകളിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ലെന്ന സൂചനയാണ് ഇടുക്കിയിലെ ഈ പ്രസംഗത്തിലും മണി നൽകുന്നത്.